ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകണേട്ടാ. അപ്പോൾ എനിക്ക് കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ലുലു പോയിട്ടാണ് എടുക്കണത്. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകണേണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പോണ വഴിക്ക് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ലുലുവിലേക്ക് അങ്ങനെ ഞങ്ങൾ മെട്രോ കണ്ടാണ് പോണത്. ടിക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ മെട്രോ എന്നത് മാളിലേക്കാണ് കേട്ടോ, ലുലുവിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പൊക്കത്തേക്ക് പോകണേട്ട. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ എത്തിയപ്പോൾ തന്നെ മെട്രോ വന്ന് കറക്റ്റ് ടൈമിങ് ആയിരുന്നിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ നേരെ മെട്രോയിലൊക്കെ കയറി. ലുലുവിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഭയങ്കര ഒച്ചയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അകത്ത് കയറിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നേരെ നമ്മളിപ്പോൾ ലുലു മാളിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ മുകളിലെ സെക്ഷനിലാണ് വന്ന് ഇറങ്ങിയേക്കണത്. ഇനിയിപ്പോൾ എന്തായാലും താഴത്തെ ഫ്ലോറിൽ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാം. ഗൈസ് നോക്കും, നമ്മളങ്ങനെ ഫസ്റ്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ മാപ്പ് നോക്കണേണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഹൈപ്പർ മാർക്കറ്റ് നോക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്താന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ്, ഒരാഴ്ച ഇല്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമല്ലോ. അപ്പോൾ ഞാൻ എക്സൈറ്റഡും ആണ്, എന്നാൽ കുറച്ച് മടിയുണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി പോയിട്ട് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് നമ്മൾ കാണുന്നത് എടുക്കും, അങ്ങനെ ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തെടുക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആദ്യം എന്താ കണ്ട് അങ്ങനെ നമുക്ക് എടുത്തെടുത്ത് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെൻസിലാണ് കണ്ടത്. അപ്പോൾ എന്തായാലും പെൻസിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എന്നും എൻ്റെ ഫേവറേറ്റ് അപ്സറ പെൻസിലാണ്. അതാണ് ഞാൻ അപ്സറ തന്നെ കേട്ടോ നോക്കണത്. അപ്പോൾ അവിടെ വേറെ കുറേ വെറൈറ്റി പെൻസിൽസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് എല്ലാം നോക്കി, പക്ഷേ ഞാൻ അപ്സറ തന്നെയാണ് എടുത്തത്. ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് അധികം പർച്ചേസ് ചെയ്യാനുള്ള കേട്ടോ. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ബാക്കി കുറേ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഈ കൊല്ലം കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ നോക്കണം കേട്ടോ. ഷാർപ്നേഴ്സൊക്കെ ഉണ്ടാവുന്നത് നല്ല ഭംഗിയുള്ളത്. ഓക്കെ, ഡസ്റ്റ്ബിൻ്റെ ഷേപ്പിൽ ഞാൻ ഇതേപോലത്തെ ഒരു ഷാർപ്നർ എന്തൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്, പുതിയത് ഒരു യെല്ലോ കളർ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ ആയിട്ടില്ല, വീട്ടിലുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ആവശ്യമുള്ള ആദ്യം നോക്ക്. എനിക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്താലോ പറഞ്ഞോ ഗൈസ്. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, പെൻസിൽ എടുത്ത്, പേന അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ സൈഡിൽ അവിടെ ഉണ്ടാവും. എനിക്ക് മറ്റേ ബോൾ പെൻ്റെ പേനയായിട്ട് ഇഷ്ടം. ഈ പേന, ഇങ്ങനത്തെ പേന ഉണ്ട് ഞാൻ നോക്കി കിടക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഇത് എല്ലാ കളേഴ്സും ഉണ്ട്, പക്ഷേ നെക്സ്റ്റ് ഐറ്റം നോക്കും. അപ്പോൾ പെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലൂ പെന്നാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് പെന്നാണോ ബ്ലൂ പെന്നാണോ യൂസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എന്തായാലും പേനയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. നമുക്കൊരു സ്കെച്ച് ആവശ്യമുണ്ട്. സ്കെച്ച് അവിടെ ബ്ലാക്ക് മാത്രമുള്ള സ്കെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ കളേർഡായിട്ടുള്ളത് വേണം. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഞാൻ സ്കെച്ചാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ക്രയോൺസ്, പെയിൻറ്റിങ് ബ്രഷൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ പെയിൻറ്റും കളേഴ്സൊക്കെ കുറേ ഉണ്ട്. അതാണ് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ സ്കെച്ച് ആവശ്യമുണ്ട്. സ്കെച്ച് എൻ്റെ ബ്ലാക്ക് സ്കെച്ച് എപ്പോഴും തീരും. അവിടെ ബ്ലാക്ക് മാത്രം ഇട്ടുള്ളതുണ്ട്, പക്ഷേ ഞാൻ കളർഫുള്ളാണ് എടുത്തത്. നമുക്ക് ഈ സ്കെച്ച് എടുത്തതാകുമ്പോൾ കുറേ കളേഴ്സ് ഉണ്ട്. സ്ലേറ്റ് പെൻസിലാണോ?
ഓക്കെ അവിടെ ചെന്നിട്ട് സ്ലേറ്റിൽ എഴുതി കളിക്കാം കേട്ടോ. പറഞ്ഞാലേക്ക് സ്ലേറ്റ് വേണമെന്നല്ല, സ്ലേറ്റിലൊക്കെ പോയി പണ്ട് ഇരിപ്പം സ്ലേറ്റിൽ എഴുതണം പെൻസിൽ തന്നെ കണ്ടിട്ട് കുറേ നാളായി. ഇനിയുള്ളത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ കുറേ. ഇതൊക്കെ ഇവിടെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഇതേ എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് വേണ്ട, ഞാൻ ഈ അടുത്ത ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ആൻഡ് ഇതൊക്കെ പോക്കറ്റ് ബുക്ക് ഒക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞി നോട്ട് പാഡ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് മഹാത്മാഗാന്ധി അതിൻ്റെ അടിയിലൊക്കെ ഇട്ട് സെറ്റ് കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കി എനിക്ക് ഇവിടെ നിന്ന് കൺഫ്യൂഷനാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത് പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ഫയൽ ആവശ്യമുണ്ട്. സോ അതേ ഇവിടെ ഫയൽസ് ഉണ്ട്. കുഞ്ഞി ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്, തൂവലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫയല് നോക്കാം. ഞാനിവിടെ മറന്നു എനിക്കൊക്കെ എവിടെ പോയിക്കണേ. സെറ്റ് നമുക്ക് വാട്ടർ ബോട്ടിൽ നോക്കണ്ടേ. ഒരു സാധനം മറഞ്ഞിരിക്കണമായിരുന്നു, എനിക്ക് വാട്ടർ ബോട്ടിൽ എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാം. സോ ഞാൻ ബ്ലാക്ക് നോക്കാം, നമുക്ക് കാണിച്ചു തരാം. കളർ വ്യത്യാസം വേണമെങ്കിൽ കളർ വ്യത്യാസം പിങ്ക് ഒന്നും എടുക്കണം, വേറെ ഈ കളറാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ 2 വാട്ടർ ബോട്ടിലുണ്ട്. ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ കൂടുതലും നോക്കണത്. അപ്പോൾ എന്താണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിലേതാ എടുക്കേണ്ടതെന്നാകെ കൺഫ്യൂഷൻ ആയിട്ടാ. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറേ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കണം ആ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തത്. ഇതാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പോൾ എന്തായാലും അത് എടുത്തിട്ടുണ്ടേ. ഇത് വേണമെങ്കിൽ എടുക്കാം, വേറെ കാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ടാം. ഗൈസ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കിനി ബോട്ടിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഇനി അടുത്ത എന്തെങ്കിലും സാധനം നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ പൗച്ചായതുകൊണ്ട് എനിക്ക് പേടി. ക്ലിയർ പൗച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലായതുകൊണ്ട് മഷീനിൽ കടി ഉറപ്പ്. ഓക്കെ കുടുക്കും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇറ്റാക്കാനെ കാണാമോ? എൻ്റെ ക്ലിയർ ₹20. ഗൈസ് ഇത് 2 കൊടുക്കാം. ഇക്കാക്കും ഫയൽ വേണം, പക്ഷെ എനിക്ക് ഇപ്പോഴല്ല സ്കൂൾ ഓർക്കണം. എന്നാലും നമുക്ക് ഇപ്പോഴെല്ലാം മനസ്സിലാക്കും. ഈ സാധനം കണ്ടിട്ട് ഞാൻ വിചാരിച്ച് സ്റ്റാപ്ലെയർ ആണെന്ന്. പക്ഷേ ഇത് സ്റ്റാപ്ലെയർ റിമൂവ് ചെയ്യണ സാധനം പറഞ്ഞിട്ടാ. അപ്പോൾ എന്താണ് ഞാൻ കുഞ്ഞ് സ്റ്റാപ്ലെയർ നോക്കാം, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ സാധനങ്ങളൊക്കെ പശ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കണ പശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് ഇല്ലേ അതാണ്. പക്ഷെ അത് കാണാനില്ല ഫ്രണ്ട്സ്, ഞാൻ നോക്കട്ടെ. ഇവിടെ ഉദ്ദേശിക്കണ പശ ഇതാണ്. ഈ പശ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഇതാണ്. പക്ഷെ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഞാൻ നോക്കണേണ്. പക്ഷെ അത് കിട്ടുള്ളൂ, അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഉണ്ട്. എടാ ഇതെനിക്ക് ഇഷ്ടമല്ല ഈ പശ. ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കണ്ടിട്ട് ഇത് ലീക്ക് അടിക്കുന്ന തോന്നണത്. ഇത് ഇവിടെ കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഇതേപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അതിലെ സാധനങ്ങൾ എൻ്റെ അടുത്തുള്ളത്. നെയിം സ്ലിപ്പ് നിന്റെ ഫോട്ടോ ഉള്ളതില്ലേ? അപ്പൊ പിന്നെ നെയിം സ്ലിപ്പ് നിന്റെ ഫോട്ടോ ഉള്ളതുണ്ട്, അത് മതി, വേറെ എടുക്കണ്ട. അത് കുറേ ഇതിപ്പോ. പിന്നെ ഇവിടെ എനിക്ക് കുറേ സാധനങ്ങൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുക്കാട്ടെ. അപ്പോൾ ഞാൻ പേപ്പർ റോൾ എടുത്ത് ഞാൻ ഈ ബ്രൗൺ കളറാണ് കേട്ടോ എടുത്തത്. ബ്രൗൺ അല്ല, നമ്മുടെ ഓറഞ്ച് കളറ്. അപ്പോൾ എനിക്ക് ഈ ഗ്രീനിലും ഇഷ്ടം ഓറഞ്ചാണ് കേട്ടോ. നിങ്ങൾ ഏതാണ് കൂടുതലും യൂസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ ഒരെണ്ണം എടുത്തോളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൊട്ടിക്കാത്തത് വീട്ടിൽ വേറെ ഉണ്ട്. പിന്നെ അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ബ്രൗൺ തന്നെയാണ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ബാഗൊക്കെ നോക്കണ്ടായിരുന്നു. കുറേ വെറൈറ്റി ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബ്ലാക്ക് കളറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനെനിക്ക് വന്നപ്പോൾ ആദ്യം കുറേ കുഞ്ഞി ഡോറാബുജിയുടെയൊക്കെ ബാഗൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റേ ബാഗ് അവിടെ നിന്ന്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് കേട്ടോ വലിയ ബാഗൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പം എനിക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റെഡ് ബാഗിൽ ചാർജ് ചെയ്യാനുള്ള ഇതുവരെ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ബാഗ് കാണുന്നത്. അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗല്ല, അത് ചാർജൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ വേറെ നോക്കിക്കൊണ്ടിരിക്കണേ. നല്ല രസമുണ്ട്. മറ്റേ ഫൈറ്റ് ഓഫീഷ്യൽ അപ്പോൾ ഞങ്ങളിവിടെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് അവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വന്നതാണ്. ഇത് മാത്സിൻ്റെ അടുത്തെ ബാക്കി നോട്ട്സ് എല്ലാം മിസ് എന്തൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതെങ്ങനെയെന്നൊക്കെ അനുസരിച്ചിട്ട് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാത്സിൻ്റെ ഉറപ്പായിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തൂവല് ക്രാഫ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ കുറേ ക്യാൻഡീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ട്രോളിയിൽ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നടക്കാം. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞങ്ങളുടെ ഏകദേശം കഴിഞ്ഞ്, എന്നാലും ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ക്യാൻഡീസാണ് ഫുള്ള്, ബിസ്ക്കറ്റ് ക്യാൻഡീസ് എക്സെട്ര. നമ്മളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ബുക്സൊക്കെ എനിക്ക് സ്കൂളിൽ മിസ് അയച്ചിട്ടുണ്ട് എങ്ങനത്തെ ബുക്സൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് നോക്കേണ്ടത്. സോ എന്തായാലും നമുക്ക് ഇപ്പോൾ വേറെ നോക്കാം. ഇവിടെ നോക്കി സാധനം ഇത് നോക്കിയ ചോക്ലേറ്റ്. ക്യുക്കമ്പേഴ്സ് എടുക്കാം അറ്റത്തിൽ. അപ്പം അങ്ങനെ മറ്റേ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധനം. പിന്നെ അങ്ങനെ എന്തോ പാസ്തയും സാലഡ് അങ്ങനെയൊക്കെ എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബാക്ക് റേറ്റാന്ന് എഴുതിയേക്കണേനെ റാനിയാന്ന് വെച്ചത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പനീർ ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം ഇക്കാക്കക്ക് ഇപ്പോഴല്ല കേട്ടോ സ്കൂൾ തുറക്കുന്നത്. ഇക്കാക്കക്ക് ഇനി 1 മാസം ഉണ്ട്. അപ്പോൾ 10th കഴിഞ്ഞേക്കണമല്ലേ. അപ്പോൾ 1 മാസവും കൂടി ഉണ്ട് ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാളും കുറച്ച് സ്കൂൾ ഐറ്റംസൊക്കെ എടുത്തത്. കുറേ ക്യാൻഡീസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി ടൈപ്പ്. ഇതൊക്കെ ആൽമണ്ട്സ് ഉണ്ട്.
ഫുഡ് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണ് പോയത് മേക്കപ്സിലേക്കാണ്. അപ്പോൾ നോക്കാം, ചിലപ്പോൾ വാങ്ങിക്കും ചിലപ്പോൾ വാങ്ങിക്കൂല കേട്ടോ. എന്നാലും നോക്കാം നമുക്ക്. അപ്പം നമുക്ക് എന്താണ് ബില്ല് അവിടെ കുറേ പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കാനൊക്കെ വിചാരിച്ചു കുറച്ച് നേരം. നമുക്ക് എന്തായാലും കുറച്ച് നേരം കറങ്ങാം. പിന്നെ ഇവിടെ നല്ല വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു ബില്ല് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. പർച്ചേസിങ് കഴിഞ്ഞു. ഇനി അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി നേരെ ഫുഡ് കൗണ്ടറിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ബാക്ക് ടു സ്കൂളിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണ് എടുത്തതെന്നൊന്നും ഞാനിപ്പോൾ ക്ലിയറായി കാണിച്ചിട്ടില്ല. എന്തായാലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം അത് ആരും കാണാൻ മിസ് ചെയ്യരുത്. ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണേ. എന്നാലും നമുക്ക് പോകുമ്പോൾ കാണാം. തിരിച്ച് മെട്രോ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് എന്തായാലും വീട്ടിലേക്ക് പോകണേ. ഇപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് മെട്രോക്ക് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെട്രോയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ.